ഉറക്കം വരുന്നില്ല എങ്കിലും വൈശാഖൻ വെറുതെ കണ്ണുകൾ അടച്ചു കിടക്കുകയാണ്. തന്റെ കവിളത്ത് ലക്ഷ്മിയുടെ അധരങ്ങൾ പതിഞ്ഞതും അവൻ മിഴികൾ തുറന്നു. പെട്ടെന്ന് തന്നെ അവൻ തന്റെ വലത് കൈകൊണ്ട് അവളെ വട്ടം പിടിച്ചു. അവൻ തിരിച്ചും അവളുടെ മൂർധാവിൽ നുകർന്നു. നീ ഉറങ്ങിയില്ലായിരുന്നോ? ഞാൻ വിചാരിച്ചു. അവൻ മെല്ലെ മന്ത്രിച്ചു. കുറച്ചു നിമിഷം അവന്റെ കരവലയത്തിൽ ഒതുങ്ങിയെങ്കിലും അവൾ വേഗം തന്നെ ഒഴിഞ്ഞു മാറി. നിനക്കെന്താ ഇത്രയും നാണം? നീ ആരെയാ പേടിക്കുന്നത്? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വെറുതെ. നീ എൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കേ. അവൻ 2 തവണ പറഞ്ഞുവെങ്കിലും അവൾ പക്ഷേ നോക്കിയില്ല. നീ ഇവിടെ വന്നിരുന്നേ, അവൻ പറഞ്ഞപ്പോൾ അവൾ അവന്റെ ചാരെ വന്നിരുന്നു. ലക്ഷ്മി, നീ എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചേ. പെട്ടെന്ന് തന്നെ അവൾ അവനെ ചാരിയിരുത്തി. അവൻ ഒരു കൈകൊണ്ട് അവളെയും പിടിച്ചു തന്റെ അരികത്ത് തന്നോട് ചേർത്തിരുത്തി. പ്രായത്തിന്റെ പക്വതയൊന്നും അവൾക്ക് ആയിട്ടില്ലെന്ന് അവൻ ഓർത്തു. ലക്ഷ്മി, അവൻ അവളുടെ താടി പിടിച്ചുയർത്തി. നീ എന്തിനാ പേടിക്കുന്നത്? എന്നെ പേടിയാണോ? ഇല്ല, എന്നവൾ ചുമലുകൂപ്പിച്ചു. നീ എൻ്റെ പെണ്ണാണ് ലക്ഷ്മി. എനിക്ക് മാത്രം അവകാശപ്പെട്ടവളാണ് നീ. ഈ വൈശാഖന് വേണ്ടി ജനിച്ച പെണ്ണാണ് നീ. അറിയാമോ, ഞാൻ ചാർത്തിയ താലിയാണ് നിന്റെ ഈ കഴുത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നത്. അതുകൊണ്ട് ഇത്രയ്ക്ക് പേടിയും നാണവും ഒന്നും വേണ്ട കേട്ടോ. അത് പറയുമ്പോൾ അവന്റെ ശബ്ദം ചിലമ്പിച്ചിരുന്നു. അവൻ അതൊക്കെ പറഞ്ഞുവെങ്കിലും ലക്ഷ്മി തിരിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. പോയി കിടന്നോ, ഗുഡ് നൈറ്റ്. വൈശാഖൻ അത് പറയുമ്പോൾ ലക്ഷ്മി അത് അനുസരിച്ചു. എടോ, ഞാൻ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ആം സോറി ഏട്ടാ. ലക്ഷ്മി വന്നു അവനെ മെല്ലെ കട്ടിലേക്ക് കിടത്തി. ലക്ഷ്മി, നിനക്കെന്തേലും പറയാനുണ്ടോ എന്നോട്? അത് ചോദിച്ചതും അവൾ അവനെ ദേഷ്യപ്പെട്ടു നോക്കി. എന്താ? എന്തു പറ്റി? എന്നാലും ഏട്ടൻ പറഞ്ഞില്ലേ ആ സിസ്റ്റർ റിയയ്ക്ക് ഹൃദയം കൊടുക്കണമെന്നു? അതൊക്കെ ഞാൻ പറഞ്ഞതാ. നീ വിചാരിച്ചാൽ അതൊക്കെ മാറ്റിയെടുക്കാം. അയ്യടാ, മിണ്ടാതെ കിടന്ന് ഉറങ്ങു മാഷേ. 2-3 ദിവസം കൂടി ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു അവർക്ക്. എന്തായാലും നമ്മൾക്ക് ഇന്ന് ഡിസ്ചാർജ് ആകാം കേട്ടോ വൈശാഖൻ, ഡോക്ടർ വേണുഗോപാൽ പറഞ്ഞതും വൈശാഖന്റെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. താങ്ക്സ് ഡോക്ടർ, അവൻ പറഞ്ഞു. കുറച്ച് ദിവസം കൂടി ടാബ്ലറ്റ് ഒക്കെ കഴിക്കണം കേട്ടോ. ഞാനെല്ലാം എഴുതിയേക്കാം. ഓക്കെ ഡോക്ടർ. വീട്ടിൽ പോയാലും ഇയാൾ റെസ്റ്റ് എടുക്കേണ്ടി വരും. ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ അല്ലേ? ഡോക്ടർ പറഞ്ഞപ്പോൾ അവൻ തല കുലുക്കി. പതിയെ പതിയെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് നമ്മൾക്ക് നടന്നൊക്കെ തുടങ്ങാം കേട്ടോ. ഓക്കെ ഡോക്ടർ. എന്തെങ്കിലും ക്ഷീണമുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ആരെയെങ്കിലും പറഞ്ഞു വിട്ടാൽ മതി. ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ലക്ഷ്മി, നീ വീട്ടിലേക്കൊന്ന് വിളിച്ചു പറയുമോ? അച്ഛൻ പൈസയുമായിട്ട് വരട്ടെ, എന്നിട്ട് വേണം ഡിസ്ചാർജ് ആകാൻ, അവൻ പറഞ്ഞു. എങ്കിലും അവൾ ശേഖരനെ വിളിക്കാൻ കൂട്ടാക്കിയില്ല. പതിയെ അവൾ റൂമിന് വെളിയിലേക്ക് ഇറങ്ങി. ലക്ഷ്മി അപ്പോൾ തന്നെ വിവരങ്ങളെല്ലാം അശോകനോട് വിളിച്ചു പറഞ്ഞു. വൈകാതെ തന്നെ അവൻ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർന്നു. അയാളാണ് ബില്ലെല്ലാം തീർത്തത്. അതറിഞ്ഞതും വൈശാഖന് ചെറിയ ദേഷ്യം വന്നു. അശോകൻ തന്നെയാണ് അവരെ 2 ആളെയും വീട്ടിൽ കൊണ്ടുപോയി ആക്കിയത്. ഏകദേശം 2 മണി ആയപ്പോഴേക്കുമാണ് അവർ വന്നത്. അയ്യോ, ഇന്ന് വിടുമായിരുന്നോ മോളെ? വിളിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ. സുമിത്ര വേഗം മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. ഇന്ന് കാലത്തെയാണ് അമ്മേ ഡോക്ടർ എന്നോട് വിവരമെല്ലാം പറഞ്ഞത്. പിന്നെ അച്ഛൻ വരാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് വിളിച്ചു പറയാതിരുന്നത്. അവൾ കുറേയേറെ കവറുകളുമായിട്ട് വീടിന്റെ അകത്തേക്ക് കയറി വന്നു. ശേഖരൻ പാടത്തേക്ക് പോയിരുന്നു. അയാളെ വേഗം പോയി സുമിത്ര വിളിച്ചുകൊണ്ടുവന്നു. എന്നാലും ആ കുട്ടി അശോകനെ കൊണ്ട് ബില്ല് തീർക്കേണ്ടായിരുന്നു, ശേഖരൻ സുമിത്രയോട് പറഞ്ഞു. അതെ, ഞാനും ആ കുട്ടിയോട് ചോദിച്ചതാണ്. പക്ഷേ അവളൊന്നും പറഞ്ഞില്ല. അശോകനും ശേഖരനും കൂടി വൈശാഖനെ പതിയെ കാറിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവരുടെ റൂമിൽ കിടത്തി. ലക്ഷ്മി ബെഡ്ഷീറ്റൊക്കെ മാറി വിരിച്ചിരുന്നു. ഇപ്പോൾ സമാധാനമായോ ഏട്ടാ? ഹോസ്പിറ്റലിൽ വെച്ച് എന്തൊരു ബഹളമായിരുന്നു എന്നറിയാമോ എൻ്റെ അമ്മേ? ഏട്ടന് വീട്ടിൽ പോകണം, കാറ്റ് കൊള്ളണം, ഫ്രണ്ട്സിനെ കാണണം. ഇങ്ങനെ ഒന്നും അടഞ്ഞുകൂടി കിടന്നിട്ടില്ലല്ലോ മോളെ. അതുകൊണ്ടാണ്. അത് വല്ലോ ഇവൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ അമ്മേ? അയ്യോ, എനിക്കതൊന്നും മനസ്സിലാകില്ല. സാർ ഒന്ന് പഠിപ്പിച്ചു തരാമോ? അവൾ ചിരിച്ചുകൊണ്ട് റൂമിന് വെളിയിലേക്ക് പോയി. നിന്നെയെല്ലാം പഠിപ്പിച്ചു വരുമ്പോൾ എൻ്റെ മൂക്കിൽ പല്ല് കിളുക്കും, അവൻ പിറുപിറുത്തു. വീണയും ഉണ്ണിമോളുമൊക്കെ ഓണാവധി ആയതിനാൽ വീട്ടിൽ തന്നെ ഉണ്ട്. അശോകന് ഊണ് കൊടുക്കേണ്ടത് കൊണ്ട് എന്തൊക്കെയോ കറികൾ കൂടെ കാലമാക്കുകയാണ് സുമിത്ര. അമ്മയെ സഹായിക്കുകയാണ് അവർ 2 ആളും. അമ്മേ, ഇതെന്തെടുക്കുവാ? അച്ഛന് ഊണ് കൊടുക്കേണ്ടേ മോളെ? ഞാൻ ഇത്തിരി പയറുപ്പേരി കൂടി വെക്കുക. പപ്പടം കൂടി വറുത്താൽ മതി. വേറെ കറി എന്തൊക്കെയാണ് അമ്മേ? എരിശ്ശേരിയും കോവയ്ക്ക തോരനും കിളിമീൻ പൊരിച്ചതുമായിരുന്നു മോളെ കറി വെച്ചത്. അച്ഛൻ വരുമെന്ന് അറിഞ്ഞില്ലല്ലോ. ലക്ഷ്മി വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അശോകൻ അപ്പോൾ വൈശാഖനുമായിട്ട് സംസാരിക്കുമായിരുന്നു. അച്ഛാ, ഒന്നിങ്ങോട്ട് വന്നേ. അവൾ വന്നു അശോകനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു കൊണ്ടുപോയി. വൈശാഖന് കാര്യമൊന്നും മനസ്സിലായില്ല.
അവൾ അശോകനുമായിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നു. അച്ഛാ, ഇത് നോക്കിക്കേ, എരിശ്ശേരിയുണ്ട്, കോവയ്ക്ക തോരനുണ്ട്, മീൻ ഫ്രൈ ഉണ്ട്, പിന്നെ കട്ടത്തൈരും അച്ചാറും ദേ ഇരിക്കുന്നു. അച്ഛൻ വന്നത് പ്രമാണിച്ച് ഇതെല്ലാം പോരാഞ്ഞിട്ട് അമ്മ ദേ പയറുപ്പേരി വെക്കുന്നു. ഇനി പപ്പടം കൂടി വറുക്കാൻ കിടക്കുന്നു. എൻ്റെ അമ്മോ! എന്തിനാ ചേച്ചി ഇത്രയും കറികൾ? എനിക്കൊന്നും ഉണ്ടാക്കേണ്ട കേട്ടോ. ആ കട്ടത്തൈരും അച്ചാറും മതി എനിക്ക്. കൂടെ മീൻ പൊരിച്ചതുമുണ്ടെങ്കിൽ എനിക്ക് കുശാലായി. ഈ കുട്ടി പറയണതൊന്നും കാര്യമാക്കേണ്ട കേട്ടോ. അശോകൻ പോയി ഇരുന്നാട്ടെ, ഞാനിപ്പോൾ ഊണ് വിളമ്പാം. അത് പറഞ്ഞുകൊണ്ട് സുമിത്ര വേഗം പ്ലേറ്റുകളൊക്കെ എടുത്തു കഴുകാൻ തുടങ്ങി. ഊണൊക്കെ കഴിഞ്ഞ് അശോകൻ അവരോട് എല്ലാവരോടും യാത്ര പറഞ്ഞു പോയി. ലക്ഷ്മിയും ഉണ്ണിമോളും കൂടി വന്നപ്പോൾ മുതൽ ഉള്ള നനയ്ക്കലാണ്. അതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ലക്ഷ്മിയുടെ നടു ഒടിഞ്ഞു. ജോലിയെല്ലാം കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞു അവൾ തിരികെ റൂമിലെത്തിയപ്പോൾ വൈശാഖൻ മയങ്ങുകയായിരുന്നു. അവൾ തൻ്റെ ഫോണെടുത്ത് അമ്മയെയും ദീപചേച്ചിയെയും ഒക്കെ വിളിച്ച് സംസാരിച്ചു. ആദ്യത്തെ ഓണമല്ലേ മോളെ, അതിങ്ങനെയുമായല്ലോ? ശ്യാമള മകളോട് ചോദിച്ചു. ഓ, അതിലൊക്കെ എന്തിരിക്കുന്നു അമ്മേ, എല്ലാ വർഷവും ഉള്ളതല്ലേ ഓണം. ഈ വർഷം നമ്മൾ ആഘോഷിച്ചില്ലെന്ന് കരുതി അടുത്ത കൊല്ലം ഓണം വരാതിരിക്കില്ലല്ലോ. അവൾ അതൊക്കെ എത്ര നിസ്സാരമാക്കി കളഞ്ഞു എന്ന് ശ്യാമള ഓർത്തു. എല്ലാ വർഷവും അത്തം മുതൽ 10 ദിവസവും പൂക്കളവുമിട്ട് ഓണക്കോടി 1 മാസം മുന്നേ തച്ചുവെച്ച് മുത്തശ്ശിയെ തറവാട്ടിൽ നിന്ന് നേരത്തെ തന്നെ കൂട്ടിക്കൊണ്ടുവന്നും ഒക്കെ ഓണം ആഘോഷിച്ചിരുന്ന പെൺകുട്ടിയാണ്. കഴിഞ്ഞ വർഷം വരെ അവൾ നാട്ടുമാവിൽ ഊഞ്ഞാലാടിക്കൊണ്ടിരുന്നതാണ്. ഇന്ന് അവൾ പറയുക ഓണം എല്ലാ കൊല്ലവും വരുന്നതല്ലേ എന്ന്. വൈശാഖൻ ഉണർന്നപ്പോൾ ലക്ഷ്മി ഉണങ്ങിയ തുണികളൊക്കെ മടക്കി അലമാരയിൽ വെക്കുകയാണ്. സമയം ഇത്രയുമായോ? എൻ്റെ ഈശ്വര, അവൻ ക്ലോക്കിലേക്ക് നോക്കുകയാണ്. 4 മണിക്കൂറായി മോൻ ഉറങ്ങാൻ തുടങ്ങിയിട്ട്. ക്ഷീണമൊക്കെ മാറിയോ? 4 മണിക്കൂറോ? നിനക്ക് എന്നെ ഒന്ന് വിളിക്കാൻ മേലായിരുന്നോടി? ആ ബെസ്റ്റ്. ഉറങ്ങുന്ന ആളെ വിളിച്ചെഴുന്നേൽപ്പിക്കാനോ? എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അത്. നല്ല കാര്യം. തൽക്കാലം നീ എനിക്ക് ഒരു ചായ എടുത്തോണ്ട് വാ. വൈശാഖനെ കാണാൻ അന്ന് കുറേ ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും സഹതാപത്തോടെ നോക്കുകയാണ്. ചിലരുടെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ അവന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ആകെ ഒരു സമാധാനം വന്നത് വിഷ്ണുവും അനൂപും വന്നപ്പോഴായിരുന്നു. എങ്ങനെ ഉണ്ടടാ, ഓക്കെ ആയോ? ഓ, നടക്കാൻ വയ്യല്ലോടാ, അതുകൊണ്ട് ആകെ ഒരു വിഷമം. അതൊന്നും കാര്യമാക്കേണ്ട. ആ കാറുകാരൻ എവിടെ ഉള്ളതായിരുന്നു? അനൂപ് ചോദിച്ചു. അതൊരു ലേഡിയായിരുന്നു. പോലീസ് വന്നു ഡീറ്റെയിൽസൊക്കെ ചോദിച്ചായിരുന്നു. എന്തേലും ആവട്ടെ, വേറൊന്നും സംഭവിച്ചില്ലല്ലോ. എടാ, സന്ധ്യയാകാറായി. ഞങ്ങളെന്നാൽ ഇറങ്ങുവാണേ. അവർ രണ്ടാളും കൂടി എഴുന്നേറ്റു. ഇടയ്ക്ക് ഇറങ്ങടാ, തന്നെ ഇരുന്ന് ബോറടിച്ചു. വരാടാ, നീ വിളിച്ചാൽ മതി. രാത്രിയിൽ വൈശാഖനുള്ള ഭക്ഷണം സുമിത്ര കൊണ്ടുവന്നു കൊടുത്തു. ലക്ഷ്മി എന്തിയെ അമ്മേ? മോള് ആരെയോ ഫോൺ വിളിക്കുകയാണ്. അവളെ എങ്ങോട്ടൊന്ന് വിളിക്കുമോ അമ്മേ? വിളിക്കാം. കുറച്ചു കഴിഞ്ഞത് ലക്ഷ്മി മുറിയിലേക്ക് വന്നു. നീ ഇത് എവിടെയായിരുന്നു? ഊണ് കഴിച്ചോ? ഇല്ല ഏട്ടാ. എന്താ? ഒന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ചതാ. എന്താ ഏട്ടാ, എന്തു പറ്റി? അത് ഇപ്പോൾ പ്രീതി ടെക്സ്റ്റൈൽസിൽ നിന്നും വിളിച്ചിരുന്നു. അവിടുത്തെ മാനേജറാണ് വിളിച്ചത്. ആണോ? എന്നിട്ടോ? അവർ നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനെന്താ ഏട്ടാ, നാളെ അവർ വരട്ടെ. നമ്മൾക്കിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർക്കേണ്ട. ഈ ഭക്ഷണമെല്ലാം കഴിച്ചു തീർക്കാൻ നോക്ക്. എന്നിട്ട് നമുക്ക് ഗുളിക കഴിക്കാം. ലക്ഷ്മിയാണെങ്കിൽ വീണയുടെയും ഉണ്ണിമോളുടെയും കൂടെ ഇരുന്നായിരുന്നു കഴിച്ചത്. എല്ലാം കഴിഞ്ഞ് അവൾ കിടക്കാനായി റൂമിലെത്തിയപ്പോൾ 10 മണി കഴിഞ്ഞിരുന്നു. അവൻ്റെ അടുത്ത് കട്ടിലിൻ്റെ ഓരത്തായി അവൾ വന്നിരുന്നു. എളിക്ക് കൈയും കൊടുത്താണ് അവളുടെ ഇരിപ്പ്. അതിൻ്റെ ഇടയ്ക്ക് തൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ അവൾ ഓടി ഓടി വരും. ലക്ഷ്മി, നീ ഇന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ആകെ മടുത്തല്ലേ? ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഓ ഇല്ല ഏട്ടാ. ഏട്ടൻ എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട, നീ വന്ന് കിടക്ക്. എന്നു പറഞ്ഞ് അവൾ എഴുന്നേറ്റു. നിലത്തൊരു ബെഡ്ഷീറ്റ് അവൾ എടുത്ത് വിരിച്ചു. നീ എന്താ ഈ കാണിക്കുന്നത്? ഈ കട്ടിൽ കയറി കിടക്കാൻ നോക്കു പെണ്ണേ. ഓ, അതൊന്നും വേണ്ട ഏട്ടാ, ഞാനിവിടെ കിടന്നോളാം. ദേ പെണ്ണേ, മര്യാദയ്ക്ക് ഇവിടെ കയറി കിടന്നോ. ഈ കട്ടിൽ ആവശ്യത്തിന് കൂടുതൽ സ്ഥലമുണ്ട്. ഏട്ടാ, അതേ, അമ്മ പറഞ്ഞു ഇവിടെ കിടന്നാൽ മതിയെന്ന്. അമ്മയോ? ഏതമ്മ? എൻ്റെ അമ്മ. എന്തിന്? അത് ഏട്ടാ, അത് പിന്നെ. എന്താ ലക്ഷ്മി, നീ കാര്യം പറയേ. ഒന്നുമില്ല ഏട്ടാ. പിന്നെന്താ? ഈ അശുദ്ധി ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ഭർത്താക്കന്മാരുടെ കൂടെ കിടക്കില്ല. അത് കേട്ടതും വൈശാഖൻ പൊട്ടിച്ചിരിച്ചു. അതാണ് അപ്പോൾ കാര്യമല്ലേ? ശരി ശരി, നീ ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് ഒന്ന് വന്നേ പെണ്ണേ. മടിച്ചു പഠിച്ചാണ് ലക്ഷ്മി അവൻ്റെ അരികത്തേക്ക് വന്നത്. അവൻ തൻ്റെ കൈ നീട്ടി അവളെ അവൻ്റെ അരികത്തായി ഇരുത്തി. എൻ്റെ ലക്ഷ്മി, നിന്റെ വീട്ടിലെ ആചാരങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ എന്നും ഭാര്യ ഭർത്താവിൻ്റെ ഒപ്പം മാത്രമേ കിടക്കാറുള്ളൂ. അതുകൊണ്ട് നമ്മളായിട്ട് അതൊന്നും തെറ്റിക്കേണ്ട.
എന്നാലും ഏട്ടാ, അമ്മ പറഞ്ഞത്. അമ്മയോട് നീ ഇപ്പോൾ പറയാൻ പോവുകയാണോ ഇത്? അല്ല, എന്നാലും. ഒരെന്നാലും ഇല്ല പെണ്ണെ, നീ ഇവിടെ കിടന്നോളൂ. അവൻ നിർബന്ധിച്ചപ്പോൾ പിന്നീട് അവൾ ഒന്നും എതിർത്ത് പറഞ്ഞില്ല. എത്ര ദിവസം കൂടിയാണ് വൈശാഖേട്ടൻ്റെ കൂടെ കിടക്കുന്നത്? അവൾ ഓർത്തു. കാലത്തെ ശേഖരൻ പാടത്തേക്ക് പോയിരുന്നു. ഏത്തവാഴയ്ക്ക് നല്ല ചിലവാണ് കിട്ടുന്നത്. അതുകൊണ്ട് അയാൾ കാലത്തേ പോകും. ഒരുപാട് തിരക്കുണ്ട്. സാധാരണ വൈശാഖൻ വരുന്നതായിരുന്നു സഹായിക്കാൻ. പക്ഷേ ഈ കുറി അവന് വയ്യാണ്ടായി പോയതുകൊണ്ട് ശേഖരൻ നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. സുമിത്രയും ഉണ്ണിമോളും കൂടി പൂവാലിയെയും മണിക്കുട്ടിയെയും കൊണ്ട് തൊടിയിലേക്ക് പോയി. ലക്ഷ്മിയാണെങ്കിൽ റൂമെല്ലാം തുടയ്ക്കുകയാണ്. അപ്പോഴാണ് മുറ്റത്തൊരു കാർ വന്ന് നിന്നത്. നോക്കിയപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിയത് രംഗനാഥ ഷെട്ടിയായിരുന്നു, കൂടെ അയാളുടെ മകനും. ലക്ഷ്മി വേഗം അകത്തേക്ക് ഓടി. വന്ന വരവിൽ അവളുടെ നെറ്റി വാതിൽപ്പടിയിൽ ശക്തിയായി ഇടിച്ചു. ഏട്ടാ, അവൾ അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു. എന്താ ലക്ഷ്മി, എന്തു പറ്റി? ഏട്ടാ, രംഗനാഥൻ അങ്കിളും ശ്രാവണും വന്നിരിക്കുന്നു. അതാരാ? അയ്യോ ഏട്ടാ, പ്രീതി ടെക്സ്റ്റൈൽസിൻ്റെ ഓണർ, കൂടെ അവരുടെ മകനും. അയ്യോ, അവരാണോ വന്നത്? വൈശാഖനും ചെറിയൊരു പരവേശം തോന്നി. എന്താ പറയേണ്ടതെന്ന് അവനറിയില്ലായിരുന്നു. ലക്ഷ്മി കൂടുതലൊന്നും പറയാതെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവർ വീണയുമായിട്ട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. അങ്കിൾ, അവൾ വിളിച്ചപ്പോൾ അയാൾ അവളെ നോക്കി. മോളെ ലക്ഷ്മി, മോളെന്താ ഇവിടെ? ഞാൻ, എൻ്റെ ഭർത്താവാണ് വൈശാഖേട്ടൻ. അത് കേട്ടതും അയാൾ ഒന്ന് പകച്ചു. ഈ സമയം കൊണ്ട് സുമിത്രയും ഉണ്ണിമോളും എല്ലാം എത്തിയിരുന്നു. വൈശാഖൻ എവിടെ? വരൂ അങ്കിൾ, റൂമിലുണ്ട്. അവൾ അവരെ രണ്ടാളെയും കൂടി റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വൈശാഖേട്ടാ, ഇതാരാണ് വന്നതെന്ന് നോക്കിയേ, ലക്ഷ്മി പറഞ്ഞു. സാർ. ഹലോ മിസ്റ്റർ വൈശാഖ്, എങ്ങനെയുണ്ട് ഇപ്പോൾ? അയാൾ തമിഴും മലയാളവും കലർന്ന രീതിയിൽ ചോദിച്ചു. ഓക്കേ സാർ, ഞാൻ സ്ഥലത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് വരാതിരുന്നത് കേട്ടോ. അയാൾ അവിടെ കിടന്ന ഒരു കസേരയിലിരുന്നു. ഇറ്റ്സ് ഓക്കെ സാർ, എനിക്കിപ്പോൾ പ്രോബ്ലം ഒന്നുമില്ല, അവൻ പറഞ്ഞു. ലക്ഷ്മി അപ്പോഴേക്കും ചായ കൊണ്ടുവന്ന് അവർക്ക് കൊടുത്തു. ലക്ഷ്മി മോളെ വിവാഹം കഴിച്ചത് ഇയാളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. 3 വീക്സ് ആയതേ ഉള്ളൂ അങ്കിൾ. മോൾക്ക് സുഖമാണോ? അയാൾ ചായ എടുത്തുകൊണ്ട് ചോദിച്ചു. സുഖമാണങ്കിൾ. ശ്രാവൺ, എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, ഒന്നുമില്ല ചേച്ചി, ഞങ്ങൾ നാട്ടിൽ പോയിരിക്കുമായിരുന്നു. അപ്പയുടെ മോളുടെ മാരേജ്. അച്ഛൻ പറഞ്ഞായിരുന്നു. ശ്രാവൺ, ചായ കുടിക്ക്. കുറച്ചു സമയം വൈശാഖനോട് സംസാരിച്ചിരുന്നിട്ട് അവർ രണ്ടാളും പോകാൻ എഴുന്നേറ്റു. വൈശാഖൻ്റെ കയ്യിൽ കുറച്ച് കാശ് കൊടുക്കണം എന്ന് ഓർത്തതായിരുന്നു അയാൾ. പക്ഷേ അശോകൻ മുതലാളിയുടെ മരുമകന് എങ്ങനെയാണ് താൻ കാശ് കൊടുത്ത് സഹായിക്കുന്നത്? മോളെ ലക്ഷ്മി, മോൾക്ക് സുഖമാണോ? കാറിൻ്റെ അടുത്തേക്ക് നടക്കുന്നതിനിടയിൽ അയാൾ ഒന്നുകൂടി ആ ചോദ്യം ആവർത്തിച്ചു. എനിക്കിവിടെ സുഖമാണ് അങ്കിൾ. എൻ്റെ അച്ഛൻ്റെ അത്രയും സ്വത്തില്ലെങ്കിലും ഈ വീട്ടിൽ എല്ലാവരും നന്മ ഉള്ളവരാണ്. വൈശാഖേട്ടൻ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. കുറച്ച് ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വെറുതെ വീട്ടിലിരിക്കേണ്ട എന്ന് കരുതിയാണ് ഈ ജോബിന് ജോയിൻ ചെയ്തത്. ലക്ഷ്മി പറഞ്ഞു നിർത്തി. ദൈവം അനുഗ്രഹിക്കട്ടെ. അയാൾ അവളുടെ നെറുകയിൽ കൈവച്ചു. എന്നിട്ടവർ രണ്ടാളും കൂടി യാത്ര പറഞ്ഞു പോയി. ലക്ഷ്മി തിരികെ റൂമിലേക്ക് വന്നു. അങ്കിൾ പോയി കേട്ടോ ഏട്ടാ. പുള്ളി വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഛേ, ആകെ നാണക്കേടായി. എന്ത് നാണക്കേട്? ആർക്ക്? എന്നാലും നിന്നെ ഞാനാണ്. ഒന്നും മിണ്ടാതിരിക്കു ചെറുക്കാ. ഞാൻ ഓരോരോ പൊട്ട വർത്തമാനം പറഞ്ഞു എന്ന് വെച്ചു. എന്നാലും അതൊക്കെ വളരെ ശരിയാണ് ലക്ഷ്മി. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഓരോന്ന് പറഞ്ഞു കൂട്ടിയതാണ് ഏട്ടാ. സോറി കേട്ടോ. ഫോൺ ശബ്ദിച്ചപ്പോൾ ലക്ഷ്മി അത് എടുത്തു നോക്കി. ഹലോ അച്ഛാ. അതെയോ, വിളിച്ചായിരുന്നോ? ദേ ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. അങ്കിളിന് വലിയ സന്തോഷമായി. കുറവുണ്ട് അച്ഛാ. ഓക്കെ. അങ്കിളാണെങ്കിൽ ഇപ്പോൾ അച്ഛനെ വിളിച്ചായിരുന്നു. ലക്ഷ്മി വൈശാഖൻ്റെ അരികത്തായി വന്നിരുന്നു. എന്നിട്ടോ? എന്തു പറഞ്ഞു? ലക്ഷ്മി മോൾക്ക് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും നല്ല പയ്യൻ്റെ കയ്യിലാണ് അവനെ ഏൽപ്പിച്ചതെന്ന്. വൈശാഖൻ അവളെ ഒന്ന് നോക്കി. അവൾ കളവ് പറയുന്നതാണെന്ന് അവനെ അറിയാമായിരുന്നു. എന്തെങ്കിലും വേണോ ഏട്ടാ? ഇങ്ങനെ കിടന്നു മടുത്തു അല്ലേ? ഓ, ഒന്നും വേണ്ട ലക്ഷ്മി. അങ്ങനെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മോനെ? എന്നു പറഞ്ഞുകൊണ്ട് അവൻ്റെ കവിളിൽ ഒരടി കൊടുത്തിട്ട് ലക്ഷ്മി പുറത്തേക്ക് പോയി.